الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗഹീദി ആദർശ തറവാട്ടിലെ എന്നും സ്മരിക്കുന്ന മർഹൂം സയ്യിദ് മൗലവിയുടെ ചരിത്രത്തെയും പുതുതലമുറ ഗ്രഹിക്കേണ്ട പാഠത്തെയും സംബന്ധിച്ചുള്ള സമ്മേളനമാണ് ഇവിടെ തുടരുന്നത്. മൗലവിയുടെ ആദ്യ തലമുറയിലെ മക്കളായ 3 പേരും ഉമ്മയും തൊട്ടടുത്ത് നാമും തിരിച്ചു ചെല്ലേണ്ട ഖബർസ്ഥാനിൽ സയ്യിദ് മൗലവിയോടൊപ്പം അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളുണർത്തേണ്ടതാണ്. ബഹുമാന്യനായ CP ഉമർ സുല്ലമി നമ്മെ ഉണർത്തിയിട്ടുള്ള കാര്യവും അതാണ്. നമുക്ക് മുമ്പ് യാത്ര പോയ നമ്മുടെ രക്ഷിതാക്കൾക്കും ഈ തൗഹീദി ആദർശ തറവാട്ടിലെ കാരണവരായ സയ്യിദ് മൗലവിക്കും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൽ ഓരോരോ സാഹചര്യത്തിലും ഓരോ പരിഷ്കർത്താക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ലോകത്തുള്ള ചരിത്രത്തെയൊക്കെ പീരങ്കിയും ബുൾഡോസറും പോർവിമാനങ്ങളും, നമ്മുടെ നാട്ടിലേക്ക് ചേർത്ത് പറഞ്ഞാൽ JCBയും തകർത്ത് തരിപ്പണമാക്കുന്ന അതിദാരുണമായ ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ചരിത്രമെന്നത് വീണ്ടും സൃഷ്ടിക്കാൻ കഴിയാത്ത അപാരമായ അത്യപൂർവമായ ചില സന്ദർഭങ്ങളാണ്. ചരിത്രത്തിൽ വീണ്ടും ആവർത്തിക്കാത്ത അത്തരം സന്ദർഭങ്ങളെയും സാധ്യതകളെയും നിഷ്കരണം മണ്ണിനോട് ചേർത്ത് വയ്ക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ചരിത്രം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിക ചരിത്രം ആരംഭിച്ചിട്ടുള്ള സിറിയയുടെ മണ്ണിൽ ഇനിയൊരു ചരിത്രവും അവശേഷിക്കുന്നില്ല. പ്രവാചകന് നേരെ ആസൂത്രിതമായ വധശ്രമത്തിന് നേതൃത്വം കൊടുക്കുകയും പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിന്റെ മുന്നണി പോരാളിയായി വർത്തിച്ച് വീര ഇതിഹാസം രചിച്ചിട്ടുള്ള ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും സിറിയയിൽ നിന്ന് ബോംബർ വിമാനങ്ങൾ തകർത്തു തരിപ്പണമാക്കി കഴിഞ്ഞു. സമീപത്തുള്ള പശ്ചിമേഷ്യൻ പ്രദേശമായ ബാഗ്ദാദിൽ ഇസ്ലാമിക നാഗരികതയുടെ വലിയ ചരിത്രമൊന്നും ഇനി അവശേഷിക്കുന്നില്ല. കൊർഡോവയുടെ ദുരന്തവും
കുരിശുയുദ്ധത്തിന്റെ പതനവും അനുബന്ധമായ സംവിധാനങ്ങളും ആറ് രാജ്യങ്ങളിലൂടെ ഒഴുകി നടന്നിരുന്ന യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും നാഗരികതയും ഇനി ചരിത്രത്തിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അങ്ങനെ ചരിത്രങ്ങളെ നശിപ്പിക്കുകയോ വിഷം കലർത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആ ചരിത്രത്തെ വായിച്ചെടുക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ അപൂർവമായെങ്കിലും അഭിനന്ദനാർഹമാണെന്ന് മാത്രമല്ല, ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതാണ്. വളരുന്നൊരു തലമുറയ്ക്ക് ഇത്തരം ചരിത്രങ്ങൾ മടിയിൽ വെച്ചോ ചാരത്ത് വെച്ചോ പറഞ്ഞു കൊടുക്കുന്ന വയോവൃദ്ധരായ ആളുകൾ പോലും ഇന്ന് കിട്ടാക്കനിയാണ്. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുകയല്ല. ഇതിന്റെ പ്രാധാന്യത്തെ നമ്മൾ വായിച്ചെടുക്കുന്നതിന് തടസ്സമുണ്ടാകരുത് എന്ന് കരുതി ഒന്നു രണ്ടു കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഒരു ആധുനിക സുഹൃത്ത് നിലവിലുള്ള ഇൻഫർമേഷൻ ഹൈവേയിൽ കയറിയാൽ മർഹൂം സയ്യിദ് മൗലവിയെ കുറിച്ച് ചരിത്രപരമായി വായിക്കാൻ കഴിയില്ല എന്നൊരു ദുരന്തം ഈ ഉള്ളവനും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇന്റർനെറ്റിന്റെ വിവിധ സൈറ്റുകളിലൂടെ പരതി നോക്കിയാൽ ഒരു പുരുഷായുസ് മുഴുവൻ തൗഹീദിനു വേണ്ടി സമർപ്പിക്കുകയും നവോത്ഥാന ചരിത്രത്തിൽ ഇനി അടയാളപ്പെടുത്താൻ കഴിയാതിരിക്കുമാറ് അസുലഭമായ ചരിത്രങ്ങൾ അവശേഷിപ്പിക്കുകയും ചെയ്ത ധന്യനായ പിതാവിന്റെ ചരിത്രം പുതിയ വായനക്കാർക്ക് പുതിയ രൂപത്തിൽ ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന എളിയ അഭിപ്രായവും ഈ സമ്മേളനം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയാണ്. കേരളത്തിലെ മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ ഒരുപാട് പരിഷ്കർത്താക്കൾ വരികയും മറഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു പരിഷ്കർത്താവിന്റെ മരണം മറ്റൊരു പരിഷ്കർത്താവിന്റെ ജനനവും ഒരുമിച്ച് വന്നിട്ടുള്ളത് ഇസ്ലാമിക കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ അപൂർവമാണ്, അത്യപൂർവമാണ് എന്ന് കാണാൻ കഴിയും. ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ചരിത്ര വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വലിയൊരു പാഠമാണത്. വിശുദ്ധ ഖുർആനിന്റെ വിവരണം മലയാളി മനസ്സുകളിലേക്ക് നിർവഹിക്കുകയും ചരിത്രത്തിൽ തുല്യതയില്ലാതെ വിപ്ലവം നടത്തുകയും ചെയ്തിട്ടുള്ള മർഹൂം മുഹമ്മദ് അമാനി മൗലവിയും ലാ ഇലാഹ ഇല്ലല്ലയുടെ തനതു ശബ്ദത്തെ മലയാളിയുടെ മനസ്സിലേക്ക് ഇളക്കം തട്ടാതെ നിർവഹിച്ചിട്ടുള്ള മർഹൂം സയ്യിദ് മൗലവിയും ജനിക്കുന്നത് ഒരേ കാലഘട്ടത്തിലാണ്. അവർ ഒരേ കാലഘട്ടത്തിൽ ജനിക്കുന്നു എന്ന് മാത്രമല്ല, കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന ആദർശ പ്രബോധന ചരിത്രത്തിന്റെയും മലയാള ഭാഷാ വികാസ ചരിത്രത്തിന്റെയും മുന്നിൽ നടന്ന സയ്യിദ് സനാഉല്ലാ മത്തി തങ്ങൾ ജനിക്കുന്ന സമയത്താണ്, മരിക്കുന്ന കാലത്താണ് സയ്യിദ് മൗലവിയും മുഹമ്മദ് അമാനി മൗലവിയും കേരളത്തിൽ ജനിക്കുന്നത്. ഇത് രണ്ടും ഒരു വർഷമാണ്. ഈ നിയോഗം എങ്ങനെയാണ് ചരിത്രത്തിൽ സംഭവിച്ചത് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ വായിച്ചു പരിശോധിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനം നിർവഹിക്കാൻ ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ പരിഷ്കർത്താക്കൾ ഉണ്ടായിരിക്കുമെന്ന ചരിത്ര സത്യത്തെ കൂട്ടി വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്. 1913 ഡിസംബർ 5-ാം തീയതിയാണ് സയ്യിദ് മൗലവി ജനിക്കുന്നത് എങ്കിൽ 1912 സെപ്റ്റംബർ 18-നാണ് സയ്യിദ് സനാഉല്ലാ മത്തി തങ്ങൾ മരണപ്പെടുന്നത്.
എണ്ണിയെടുക്കാവുന്ന ചില മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് കേരളത്തിലെ ഇതിഹാസ തുല്യമായി കടന്നുപോയിട്ടുള്ള മഹാരഥരായ രണ്ടാളുകൾ ഒന്നസ്തമിക്കുകയും ഒന്നുദിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നത് നമ്മുടെ മനോമുഖരത്തിൽ അവശേഷിക്കേണ്ട ചരിത്രഭാഗമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ ചരിത്രവും പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നത് നമുക്ക് രേഖകളിൽ കാണാൻ കഴിയും. ഖുർആനിനെ പഠിപ്പിക്കാൻ കൊച്ചുമക്കളോടും വരും തലമുറയോടും എത്ര ശക്തമായി ആവശ്യപ്പെടുന്നുവോ അത്ര ശക്തമായി തന്നെ ചരിത്രത്തെ കൂടി വായിച്ചെടുക്കാൻ പറയുമായിരുന്നു എന്നത് പുതിയ തലമുറയിലേക്കുള്ള പാഠവും പഴയ തലമുറ വിസ്മരിക്കാതിരിക്കാനുള്ള പാഠവുമാണ് എന്ന് ആമുഖമായി ചേർത്തുവെക്കുകയാണ്. ഈ ചരിത്രബോധ്യത്തിൽ നിന്നാണ് നവോത്ഥാനമുണ്ടാകുന്നത്. നവോത്ഥാനത്തിന് രണ്ട് ഊന്നലുകളാണുള്ളത്. ഒന്ന് അതിന്റെ ആദർശമാണ്, രണ്ട് അതിന്റെ ആദർശ പ്രബോധനത്തിന്റെ ചരിത്രമാണ്. ഈ ചരിത്രത്തെക്കുറിച്ച് അറിയാതെ വരുമ്പോഴാണ് ആദർശ പ്രബോധനത്തിൽ അലകും പിടിയും തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിന്റെ ഊന്നലുകൾ നിർവഹിക്കുന്നിടത്ത് രണ്ടത്താണി വിജയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടത്താണി എന്ന് പറയുന്ന നാമം, അതിന്റെ ഉൽപ്പത്തിയും അതിന്റെ വളർച്ചയും അതിന്റെ ഉദ്ദേശവും ചരിത്രത്തിൽ പലതായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. എനിക്ക് ഈ പ്രദേശം രണ്ടാമത്തെ ഒരു അത്താണിയാണ്. പക്ഷെ രണ്ടത്താണി എന്ന് പറയുന്നത് അതിന്റെ ഉദ്ദേശം വേറെയാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും മുസ്ലിം സമൂഹത്തെ ആ അർത്ഥത്തിൽ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഒരു അത്താണി ഒരു ഭാഗത്ത് അവശേഷിക്കുന്നുണ്ട്. മതപ്രബോധനത്തിന്റെയും ആ മതപ്രബോധനത്തിന്റെ കാമ്പായ തൗഹീദി പ്രബോധനത്തിന്റെയും ചരിത്രത്തിൽ മർഹൂം സയ്യിദ് മൗലവിയുടെ ഒരു അത്താണിയും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. സമുദായത്തിന്റെയും പരിഷ്കരണത്തിന്റെയും രണ്ട് അത്താണികളെ, രണ്ട് അവലംബങ്ങളെ ചേർത്ത് വെച്ച് ചരിത്രത്തിലേക്ക് രണ്ടത്താണിയുടെ പേരിനെ പുതിയ പരിപ്രേക്ഷ്യത്തോടുകൂടി അവതരിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായിരുന്നാലും ശരി, മർഹൂം സയ്യിദ് മൗലവിയുടെ ചരിത്രത്തെ വായിക്കുമ്പോൾ ഇ കെ മൗലവി രോഗശയ്യയിൽ കിടന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് സാന്ദർഭികമായി ഓർമ്മ വരികയാണ്. ചില വ്യക്തികൾ, ആ വ്യക്തികളുടെ പേരിനേക്കാൾ അവരുടെ കർമ്മമാണ് ലോകം ഓർത്തുവെക്കുന്നത്. ആശാരിക്കാരനായിട്ടുള്ള വീരാൻ എന്ന് പറയാറുണ്ട്. ഒരു നാട്ടിൽ വീരാൻ എന്ന് പറയുന്നത് അയാളുടെ തൊഴിൽ ആശാരിപ്പണിയായതുകൊണ്ട് ആശാരി വീരാൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് വിളിച്ചു. അദ്ദേഹത്തിന്റെ കർമ്മമാണ് ആദ്യം പറഞ്ഞത്, പേരായിരുന്നില്ല എന്നത് പ്രസക്തമാണ്. എന്നതുപോലെ കർമ്മത്തെ പേരിനു മുമ്പേ പറയുന്ന ചരിത്രത്തിലെ അപൂർവമായ ചില പേരുകളിൽ ഒന്നാണ് സയ്യിദ് മൗലവിയുടെ നാമം എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് ആ നാട്ടിലെ ആളുകൾക്ക് സുപരിചിതമാണ്. പക്ഷേ സുപരിചിതമായ ഒരു പേര് പറയുന്നതിന് പകരം കർമ്മത്തിലേക്ക്, ദൗത്യത്തിലേക്ക് ചേർത്താണ് ഇബ്രാഹിം നബിയെ ശത്രുക്കൾ പോലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. സമഅന ഫതൻ, ഞങ്ങൾ ഒരു യുവാവിനെ കേട്ടിട്ടുണ്ട്. പിന്നീട് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയെ കുറിച്ച് ചേർത്ത് പറയുമ്പോൾ മുസ്ലിം എന്ന് പറയുന്നത്, ഉമ്മത്ത് എന്ന് പറയുന്നത് കർമ്മത്തെയാണ്, ദൗത്യത്തെയാണ് പേരായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നത് പ്രസക്തമായൊരു കാര്യമാണ്. സയ്യിദ് മൗലവിയെ കുറിച്ച് ഇ കെ മൗലവി രോഗശയ്യയിൽ കിടക്കെ സമീപത്തുണ്ടായിരുന്ന പണ്ഡിതനോട് പറഞ്ഞിട്ടുള്ളത് തൗഹീദിന്റെ മൗലവി എന്നായിരുന്നു. ചരിത്രത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. തൗഹീദിന്റെ മൗലവി എന്ന് പറഞ്ഞത് സയ്യിദ് മൗലവിയുടെ പേരറിയാത്തത് കൊണ്ടായിരുന്നില്ല. സയ്യിദ് മൗലവി കേരളക്കരയിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യത്തിന്റെ കനകകാന്തിയുള്ള അടയാളപ്പെടുത്തലുകൾ തികട്ടി വരുമ്പോൾ
പറയാൻ കഴിയുന്നത് തൗഹീദിന്റെ മൗലവി എന്നല്ലാതെ മറ്റൊന്നുമായിരിക്കില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് പേരുകൾ രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയും കർമ്മങ്ങൾ മുഖ്യസ്ഥാനത്ത് പരിഗണിക്കുകയും ചെയ്യുന്നത്. മർഹൂം സയ്യിദ് മൗലവിയെ കുറിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് തൗഹീദിന്റെ പര്യായമായി തൗഹീദി പ്രബോധനത്തിന്റെ പര്യായമായി സയ്യിദ് മൗലവിയുടെ നാമത്തെ ഇസ്ലാഹി ചരിത്രത്തിന്റെയും നവോത്ഥാന ചരിത്രത്തിന്റെയും മലയാളിയുടെ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിന്റെയും രംഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നു എന്നത് തിരിച്ചറിയേണ്ടതുണ്ട്. അലവി മൗലവിയെ 1981 ഓടായിപ്പുറത്ത് ചേക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കുറച്ചാളുകൾ രണ്ടത്താണിയിൽ നിന്ന് പോയി കാണുകയുണ്ടായി. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു പണ്ഡിതനെ ആവശ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 1981 അവർ അവിടെ എത്തുന്നത്. അലവി മൗലവി ഉപ്പയുടെ പേരല്ല രേഖപ്പെടുത്തിയത്, സയ്യിദ് മൗലവിയുടെ പേരായിരുന്നില്ല പറഞ്ഞത്. നിർവഹിച്ച ദൗത്യത്തെയോ നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ സവിശേഷതയോ ആണ് അലവി മൗലവി അവർക്കുമേൽ പരിചയപ്പെടുത്തിയത് എന്നത് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. എന്റെ പേര് പറയുന്നതിന് മുമ്പ് എന്റെ കർമ്മമണ്ഡലത്തെ, എന്റെ ദൗത്യത്തെ പറയാൻ സാധിക്കുമാറ് എന്റെ പ്രവർത്തനങ്ങളെ എത്രമേൽ വിശദീകരിക്കപ്പെടുന്നുവോ അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരും വിജയത്തിന്റെയും ദൗത്യ വിജയത്തിന്റെയും രംഗത്ത് വളർന്നു വരിക എന്ന തിരിച്ചറിവ് സാന്ദർഭികമായി നാം ഓർത്തുവെക്കേണ്ടതുണ്ട്. മരണപ്പെടുമ്പോൾ മയ്യത്ത് എന്നാണ് പറയുന്നത്. പക്ഷേ ചില അപൂർവമായ വ്യക്തിത്വങ്ങൾ മരിക്കുമ്പോൾ മയ്യത്ത് എന്ന് പറയാതെ പേരുകൾ പറയുന്നത് ആ പേരിനോടുള്ള ആദരസൂചകമായിട്ടാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് പേരിനേക്കാൾ കൂടുതൽ ദൗത്യത്തെയായിരുന്നു പരിചയപ്പെടുത്തിയത് എന്നത് ചരിത്രത്തിൽ നാം അടിവരയിട്ട് വായിക്കേണ്ട ഒരു കാര്യമാണ്. അലവി മൗലവി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുത്തിപ്പൊളിച്ചാൽ പൊളിയാത്തൊരു മുട്ടിയെ ഞാൻ തരാം എന്ന്. ഞാൻ സെക്കൻഡറി വിദ്യാഭ്യാസം നടത്തുമ്പോഴാണ് സയ്യിദ് മൗലവി മരണപ്പെടുന്നത്. 1990 ഓഗസ്റ്റ് 20 ഓഗസ്റ്റ് മാസത്തിൽ അവിടെ ഒരു സെക്കൻഡറി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് സയ്യിദ് മൗലവിയുടെ പ്രബോധന പ്രവർത്തനങ്ങളെയോ സയ്യിദ് മൗലവിയുടെ ചരിത്രത്തിനെയോ ഒപ്പം നിൽക്കുവാനോ ചേർന്നു വരുവാനോ ഭാഗ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരുമിച്ചൊരു കുടക്കീഴിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ള അനേകം ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന്, രണ്ടത്താണിയിലുണ്ട് എന്ന അറിവോട് തന്നെയാണ് ഈ ചരിത്രം ഞാൻ അനുസ്മരിക്കുന്നത്. പുതിയ ഒരു കാര്യം പറയാനല്ല, പഴയ ഒരു കാര്യത്തെ പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടാതെ പോകരുത് എന്ന വാശിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധമുള്ളത് കൊണ്ടോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. കുത്തിപ്പൊളിച്ചാൽ പൊളിയാത്ത ഒരു മുട്ടിയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ആദർശ പ്രബോധന രംഗത്ത് ആരുടെയും ശബ്ദങ്ങൾ വകവയ്ക്കാതെ സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു മഹാപണ്ഡിതന്റെ സാന്നിധ്യം അലവി മൗലവിയാണ് രണ്ടത്താണിയിലേക്ക് നിർദ്ദേശിച്ചു നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. എങ്ങനെയാണ് മർഹൂം സയ്യിദ് മൗലവി കുത്തിപ്പൊളിച്ചാലും പൊളിയാത്ത ഒരു മുട്ടി കണക്കെ ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയത്? അതിന് അവരുടെ ചരിത്രത്തിലേക്ക് കൂടി പഴക്കമുണ്ട് എന്ന് കാണാൻ സാധിക്കും. തത്തമ്പള്ളിയാലിൽ ഉണ്ണിപ്പാത്തുട്ടിയാണ് സയ്യിദ് മൗലവിയുടെ മാതാവ് എന്നറിയാം. സ്വാതന്ത്ര്യ സമരം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കാലം. ആ കാലത്ത് ഓരോ വീടുകളിലും വന്ന് പട്ടാളക്കാർ അവിടെയുള്ള ആൺമക്കളെ തെരഞ്ഞുപിടിച്ചു കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ പൂച്ചേങ്ങൽ അഹമ്മദ് സാഹിബിന്റെ വീട്ടിലും എത്തി, അഥവാ സയ്യിദ് മൗലവിയുടെ പിതാവിന്റെ വീട്ടിലും എത്തി. നമുക്ക് മുമ്പേ യാത്ര പോയിട്ടുള്ള അവർക്ക് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലെത്തിയപ്പോൾ പൂക്കാടൻചേരിയിലെ പ്രസ്തുത വീട്ടിലെത്തിയ സമയത്ത് സയ്യിദ് മൗലവിയെയും അനുജൻ അബ്ദുള്ളയെയും മാതാവായിരുന്ന ഉണ്ണിപ്പാത്തുട്ടി പെൺകുട്ടികളുടെ വസ്ത്രം ധരിപ്പിച്ച് വീട്ടിൽ നിർത്തി എന്നതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഉമ്മയിൽ നിന്ന് കൈമാറി വന്നിട്ടുള്ള ഉശിരിന്റെ ഊക്കുള്ളൊരു ചരിത്ര ഭാഗമാണ് സയ്യിദ് മൗലവി പഠിക്കുന്നത് എന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ശത്രുക്കളായ ആളുകൾ, സ്വാതന്ത്ര്യ സമര പോരാളികളായ ആളുകൾ, ബ്രിട്ടീഷുകാരായ ആളുകൾ പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ ആൺമക്കളെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് വസ്ത്രം മാറിയിട്ട് തന്റെ മക്കളെ സംരക്ഷിക്കാൻ
സംരക്ഷിക്കാനുള്ള ദീർഘദർശിത്വം പ്രദാനം ചെയ്തിട്ടുള്ള ധീരത പ്രദാനം ചെയ്തിട്ടുള്ള ഒരു മാതാവിന്റെ മകനിൽ നിന്ന് തൗഹീദി പ്രബോധന രംഗത്ത് കടുകിട വ്യത്യാസമില്ലാതെ ധീരതയുടെ പര്യായങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതിന് ചരിത്രത്തിൽ പുതിയ പാഠങ്ങളൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 1963 സയ്യിദ് മൗലവി അന്തമാനിലേക്ക് പോകുന്നു. അന്തമാനിലേക്ക് സയ്യിദ് മൗലവിയുടെ കൂടെ പോകുന്നത് KKM ജമാലുദ്ദീൻ മൗലവിയാണ്. അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന പ്രവർത്തനത്തിൽ ഏറ്റവും ശക്തമായി എതിരു നിന്നിരുന്ന ശിർക്കൻ പ്രബോധന പ്രവർത്തനങ്ങൾ അന്തമാനിൽ നിർവഹിച്ചിരുന്നത് കുട്ടനാട് KV ഉസ്താദും ബിക്കുട്ടി ഹസൻ സാഹിബുമായിരുന്നു. അവരാണ് ശിർക്കൻ വിശ്വാസങ്ങൾ അന്തമാനിൽ കൊണ്ടുവന്നത്. അങ്ങനെ ആ അന്തമാനിൽ അപ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോ അതിനെതിരെ തൗഹീദി പ്രബോധന പ്രവർത്തനം നിർവഹിക്കാനാണ് 63 അന്തമാനിലേക്ക് പോകുന്നത്. അന്തമാനിലേക്കുള്ള ആ യാത്രയിൽ അന്തമാനിലെത്തിയതിനു ശേഷം അവിടെയുള്ള പരിസരത്ത് നോക്കിയിട്ട് സയ്യിദ് മൗലവി പറയുന്നൊരു വാക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഒരിക്കലും തന്നെ വെട്ടിപ്പൊളിച്ചാലും കീറിമുറിച്ചാലും മുറിയാത്തൊരു മുട്ടി എന്ന് പറയുന്ന അലവി മൗലവിയുടെ പദപ്രയോഗത്തെ ദൗത്യ നിർവഹണത്തിൽ എത്രമേൽ ശക്തമായിട്ടാണ് രണ്ടത്താണിക്കാർക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ ചരിത്രത്തിലൂടെ മലയാളക്കരക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആരായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, സയ്യിദ് മൗലവി പറയുന്നു അന്തമാനിൽ വെച്ച്, ആരായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, തൗഹീദ് കൊണ്ട് ഞാൻ അവരെ നേരിടുക തന്നെ ചെയ്യും. ആരായിരുന്നാലും ശരി, തൗഹീദ് കൊണ്ട് ഞാൻ അവരെ നേരിടുക തന്നെ ചെയ്യും. അവർ ആരെങ്കിലും ഈ കടലിൽ ചാടിയാൽ ഞാൻ അവരുടെ കൂടെ ചാടിയിട്ട് തൗഹീദ് ബോധ്യപ്പെടുത്തും എന്ന്. ഇത് പറയാൻ ഊക്കും മുസ്ലിമുള്ള നവോത്ഥാനത്തിന്റെ ആദർശ യൗവനത്തെയാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നത് സാന്ദർഭികമായി സൂചിപ്പിച്ചു വെക്കട്ടെ. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ത്യാഗം എന്ന് പറയുന്നതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതുണ്ട്, ഇവിടെ അനുസ്മരിച്ചതുണ്ട്. ഒരുപക്ഷെ ഇർഷാദ് സലാഹിയുടെ സംസാരത്തിൽ അനുസ്മരിക്കാനുള്ളതും ഉണ്ടായിരിക്കാം. അതിനിടയിൽ ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ആ ധീരതയുടെ ഉണർത്തുപാട്ടുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത്. ഒന്നിനെയും പേടിക്കുന്നില്ല എന്നത് മാത്രമല്ല, അല്ലാഹുവിനെ മാത്രമാണ് പേടിയുള്ളത് എന്നത് മാത്രമാണ് സയ്യിദ് മൗലവിയുടെ പ്രത്യേകതയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൗഹീദിന്റെ വഴിയിൽ എല്ലാം ചെറുതായി അനുഭവപ്പെടുന്നു. തൗഹീദ് മാത്രമാണ് ഏറ്റവും വലുതായി അനുഭവപ്പെടുന്നത്. അങ്ങനെ തൗഹീദ് മാത്രം ഏറ്റവും വലുതായി അനുഭവപ്പെടുമ്പോൾ ശരീരത്തിലേക്ക് വരുന്ന മാലപ്പടക്കങ്ങൾ നിസ്സാരമായി അനുഭവപ്പെടും. ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാവുന്ന ദാരിദ്ര്യങ്ങൾ നിസ്സാരമായി അനുഭവപ്പെടും. വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിസ്സാരമായി അനുഭവപ്പെടും. ഈമാനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് കരുത്തു പകരുന്ന ചാലക ശക്തിയെങ്കിൽ അവന്റെ മുമ്പിൽ ബാക്കിയുള്ളതെല്ലാം ആ ഈമാനിന്റെ കരുത്തുകൊണ്ട് നിസ്സാരമായിരിക്കുമെന്ന പാഠമാണ് സയ്യിദ് മൗലവി നമുക്ക് നൽകുന്നത്. വമൻ തകുൻ ഖുവത്തുൽ ഈമാനി നസിറഹു ഫഅലമുൽ ഖതബി ഹയ്യിനുൻ ഹീന യസ്തദിമു എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളുടെ സഹായി അയാളുടെ ഈമാനാണ് എങ്കിൽ അവന്റെ മുമ്പിൽ വരുന്ന ഏതു വലിയ കാര്യവും അത് ഹയ്യിനുൻ നിസ്സാരമായിട്ടായിരിക്കും അവന് അനുഭവപ്പെടുക എന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിന്റെ അഷ്ടദിക്കുകളിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള മേഖലകളിൽ മാത്രമല്ല, മറിച്ച് ചെന്നൈയിലേക്ക്, അവിടെയുള്ള മലയാളികളിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി കടന്നു ചെല്ലുന്നത് സയ്യിദ് മൗലവിയാണ്. അന്തമാനിൽ തൗഹീദിന്റെ ഓരോ മണൽത്തരികളും സയ്യിദ് മൗലവിയോട് കടപ്പെട്ടതാണ്. കോയമ്പത്തൂരിൽ ഓരോ തൗഹീദിന്റെ ശബ്ദവും സയ്യിദ് മൗലവിയോട് കടപ്പെട്ടതാണ്. മലപ്പുറം വെസ്റ്റ് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലകളിൽ എവിടെയും തൗഹീദിന്റെ ശബ്ദം എങ്ങനെയാണ് ഉണർന്നു വന്നിട്ടുള്ളത്, അതിന്റെ എല്ലാം പിന്നിൽ സയ്യിദ് മൗലവിയുടെ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പേരിന് മുമ്പേ ദൗത്യം അടയാളപ്പെട്ടു പോയി എന്ന് വിനയത്തോടുകൂടി ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആര് തകർത്താലും പടച്ചതമ്പുരാൻ തകർക്കുന്നുവെങ്കിൽ മാത്രമേ ഞാൻ തളരുകയുള്ളൂ എന്ന, ആര് തകർത്താലും പടച്ചവൻ തകർത്താൽ മാത്രമേ ഞാൻ തളരുകയുള്ളൂ എന്ന പാഠമാണ് സയ്യിദ് മൗലവിയിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ളത്. പക്ഷേ
അത്തരത്തിൽ വിശ്വാസം കൊണ്ട് ധന്യമായ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോ ആ ധന്യമായ ജീവിതത്തെ നമ്മൾ ഓർത്തെടുക്കുമ്പോ നിസ്സാരമായ ചെറിയ ചെറിയ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് വിഷമിക്കാറുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കേണ്ടതാണ്. അല്ലലും അലട്ടലുമായി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നാളുകൾ എത്രയാണ് എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നെക്കാളധികം ഈ പള്ളിയുടെ പരിസരത്ത് നാം ഇരിക്കുന്ന പ്രദേശം പോലും ഇവിടെയുള്ള മണ്ണുകൾ പോലും അതിന് തെളിവാണ് എന്ന് കാണാൻ കഴിയും. താമസിച്ച വീടും താമസിച്ച പുരയും താമസിച്ച പീഡിക മുറിയുമൊക്കെ ഇതിനോട് പരിസരത്തായിരുന്നു എന്ന ചരിത്രമേ എനിക്കറിയൂ. ഇവിടെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ശരി ജീവിതത്തിൽ ഇത്രമേൽ ലാളിത്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ദൗത്യ നിർവഹണത്തിൽ ഇത്രമേൽ അടയാളപ്പെട്ടു പോയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അവരവരുടെ ജീവിതത്തിൽ സഹായിയായി വർത്തിച്ചത് ഈമാൻ മാത്രമായിരുന്നു എന്നതുകൊണ്ടാണ്. മനസ്സിൽ അസ്വസ്ഥതകൾ സ്വാഭാവികമാണ്. പക്ഷേ അല്ലാഹു ഉണ്ട് എന്റെ കൂടെ എന്ന് വരുന്ന സമയത്ത് തീർച്ചയായും അതെല്ലാം നിസ്സാരമായി മാറുന്നു എന്നത് നാം മറന്നു പോകാൻ പാടില്ല. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അതിന് മുന്നോട്ട് നയിക്കുന്ന കരുത്ത് എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കുഴിപ്പുറം എന്ന് പറയുന്ന പ്രദേശം സിപി ഉമർ സുല്ലമിയുടെ ചരിത്രത്തിൽ കുഴിപ്പുറം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാന്ദർഭികമായ ഒരു കാര്യം പറഞ്ഞു വെക്കട്ടെ. ഷബാബിൽ സിപി ഉമർ സുല്ലമിയുടെ ചരിത്രങ്ങൾ വരുന്നു. ആ സിപി ഉമർ സുല്ലമിയുടെ ചരിത്രം വായിക്കാത്ത ഒരാള് മലയാളത്തിൽ ചരിത്രം വായിക്കാൻ അറിയുകയും ഷബാബ് എന്ന് പറയുന്ന വാരിക കൃത്യമായി കയ്യിൽ കിട്ടുകയും ചെയ്തിട്ട് ആ ചരിത്രം വായിക്കാത്ത ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല എന്ന് പറയേണ്ടി വരും. അത്രയുള്ളൂ നമുക്ക് ചരിത്രത്തോടുള്ള ബന്ധമെങ്കിൽ അത് വല്ലാത്തൊരു ദുരന്തമാണ്. ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. പുത്രവാത്സല്യം പോലും തോൽക്കുമാറ് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് സിപി ഉമർ സുല്ലമിയാണ് കുഴിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ ഊടും പാവവും നൽകിയത് എന്നത് ആ ചരിത്രം വായിക്കുന്ന സമയത്തും അനുബന്ധ ചരിത്രം പഠിക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പൊന്നാനിയിൽ നടന്നിട്ടുള്ള അതേപോലെയുള്ള ഒരു സംഭവം കുഴിപ്പുറത്തും വെച്ച് നടന്നിരുന്നു എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കെ സയ്യിദ് മൗലവിയെ ആ പ്രസംഗത്തിന്റെ ശബ്ദം കേട്ടിരുന്ന ആശയം സ്വീകരിക്കാത്ത കുറച്ച് സഹോദരങ്ങൾ അപായപ്പെടുത്താൻ വേണ്ടി വരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് ഒരാള് ചതിപ്രയോഗത്തിലൂടെ കൊണ്ടുപോയിട്ട് മൗലവിയെ പ്രഹരിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് പിന്നീട് തിരിച്ചെത്തിയ സമയത്ത് തന്നെ ഉപദ്രവിക്കുകയും തന്നെ അപായപ്പെടുത്തുകയും തന്നെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കാറുള്ളത് പോലെ തന്നെ ഇവരൊക്കെയാണ് നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത്, ഈ ആളുകളുടെ പേരിൽ കേസുണ്ടാകണം എന്ന രീതിയിൽ നിർദ്ദേശം വരുന്ന സമയത്ത് ഈ ആളുകളൊക്കെയാണോ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ളത് എന്ന ചോദ്യം അതിനർഹതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചോദിച്ചപ്പോ മർഹൂം സയ്യിദ് മൗലവി പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ കുഴിപ്പുറത്തുകാരനല്ല, എന്നെ കുറെ ആളുകൾ വന്ന് തല്ലിയിട്ടുണ്ട്, എന്നെ കുറെ ആളുകൾ വന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട്, എന്റെ പ്രവർത്തനത്തിനും എന്റെ പ്രബോധനത്തിനും എന്റെ പ്രസംഗത്തിനും തടസ്സം നിന്നിട്ടുണ്ട്. അവരെന്നെ പിറകിലേക്ക് കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടുകാരനല്ല ഞാൻ എന്നതുകൊണ്ട് എന്നെ അടിച്ചത് ഇയാളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ ഉപദ്രവിച്ചത് ഇയാളാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിയാത്ത ഒരാളുടെ പേരിൽ കേസ് പറയാനോ പരാതി പറയാനോ ഞാൻ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് എനിക്കറിയാത്ത ആളുകൾക്കെതിരെ പിന്നെ എങ്ങനെയാ ഞാൻ കേസ് കൊടുക്കുന്നത്, എങ്ങനെയാ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്? ഇനി അഥവാ അറിഞ്ഞാൽ തന്നെയും അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവ അറിയാത്ത ആളുകളാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ്. അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള കാര്യത്തിന് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നതാണ് ചരിത്രത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുള്ള ഈ ആളുകൾക്ക് ഒരു തരത്തിലും ഉപദ്രവം ഉണ്ടാകരുത്, ഒരു തരത്തിലും നിയമ നടപടി സ്വീകരിക്കരുത് എന്ന് വളരെ വിനയാന്വിതനായി വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി രേഖപ്പെടുത്തുകയും അവിടെയുള്ള ആളുകളോട് ബോധ്യപ്പെടുത്തുകയും ചെയ്ത ചരിത്രം സയ്യിദ് മൗലവിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് ഒരേ സമയത്ത് ആദർശ പ്രബോധന മേഖലയിൽ
വേദനകൾ നിലകൊള്ളുമ്പോ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുകയും ആ സമീപനം സ്വീകരിക്കുന്ന സമയത്തു തന്നെ ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമ്പോൾ ജീവിതം വിട്ടുവീഴ്ചകളിൽ മാത്രം നയിക്കുകയും ചെയ്തിട്ടുള്ള മഹാനുഭാവനായ പണ്ഡിതനാണ് സയ്യിദ് മൗലവി. ആദർശ പ്രബോധന മേഖലയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രബോധനം നിർവഹിക്കുകയും ജീവിതമാസകലം വിട്ടുവീഴ്ചയുടെ നിറകുടമായി മാറുകയും ചെയ്തിട്ടുള്ള മഹാനുഭാവനായ പണ്ഡിതനാണ് സയ്യിദ് മൗലവി എന്ന് കാണാൻ സാധിക്കും. 1963 പൊന്നാനിയിൽ സംഭവിച്ചിട്ടുള്ള സംഭവവും നമുക്കറിയാവുന്നതാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അവിടെ നിന്ന് ഇംബിച്ചി ബാബ സാഹിബ് അങ്ങനെ ഒരു മറുപടി പറയാൻ കാരണം സത്യസന്ധരായ ആളുകളും ഹൃദയശുദ്ധിയുള്ള ആളുകളും ചരിത്രത്തിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ടോ എന്ന് പൊതുമണ്ഡലത്തിൽ സജീവനായിരുന്ന ഇംബിച്ചി ബാബ സാഹിബ് പറയുന്നത് എന്തുകൊണ്ടാണ് ആദർശ പ്രബോധന രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സയ്യിദ് മൗലവി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ജീവിതത്തിന്റെ രംഗത്ത് വിട്ടുവീഴ്ച മാത്രമാണ് സയ്യിദ് മൗലവി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. തെറ്റിനോട് തെറ്റാം, പക്ഷേ തെറ്റുകാരനോട് തെറ്റിക്കൂടാ എന്ന സിദ്ധാന്തം ഇത് നമ്മൾ പഠിക്കണം. തെറ്റിനോട് തെറ്റാം, പക്ഷെ തെറ്റുകാരനോട് തെറ്റിക്കൂടാ. തെറ്റുകാരൻ എന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനെ വീണ്ടെടുക്കണമെങ്കിൽ നമുക്ക് തെറ്റിനോട് തെറ്റാം, തെറ്റു ചെയ്ത വ്യക്തിയോട് തെറ്റിക്കൂടാ. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറയുന്നു. ഉമ്മയെ കുറിച്ചുള്ള വ്യഭിചാരാരോപണത്തിൽ പങ്കാളിയായ മിസ്തഹിനോട് തെറ്റി ഖുർആൻ തിരുത്തി. പറ്റൂല, മിസ്തഹിനോട് തെറ്റാൻ നിനക്ക് പറ്റൂല. മിസ്തഹ് വ്യക്തിയാണ്, മനുഷ്യനാണ്. അതുകൊണ്ട് ആ മിസ്തഹിനോട് തെറ്റേണ്ട, മിസ്തഹ് ചെയ്ത തെറ്റിനോട് നീ തെറ്റിക്കൊള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പാരമ്പര്യവും പൈതൃകവുമാണ് പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നവോത്ഥാന പ്രവർത്തന രംഗത്ത് നാം പഠിച്ചെടുക്കേണ്ട പാഠമിതാണ്. സയ്യിദ് മൗലവിയുടെ ചരിത്രം അനുസ്മരിക്കുന്ന സമയത്ത് നാം പഠിക്കേണ്ട പാഠമിതാണ്. രണ്ടു വാക്കാഭാഗത്ത് പറയട്ടെ. പ്രബോധന പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമ്പോൾ ജീവിതം മുഴുവൻ വിട്ടുവീഴ്ച നിറഞ്ഞ മാതൃകാധന്യമായ ചരിത്രമാണ്. തെറ്റിനോട് കലവറയില്ലാതെ തെറ്റുമ്പോൾ തന്നെ തെറ്റുകാരനോട് കലർപ്പില്ലാതെ സ്നേഹം പ്രകടിപ്പിക്കുന്ന മാതൃകാധന്യമായ ജീവിതമാണ് സയ്യിദ് മൗലവിയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതാണ് ഞാൻ ഇതുകൊണ്ട് സൂചിപ്പിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം. ചരിത്രത്തിലൂടെ നാം പരതി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. 1987 ജാമിയ നദവിയ്യയുടെ വാർഷികാഘോഷം നടക്കുകയാണ്. ആ വാർഷിക ആഘോഷത്തിൽ സയ്യിദ് മൗലവി സംസാരിച്ചിട്ടുള്ള സംസാരം അതിശക്തമായി ഇന്നും അലയടിക്കുന്നുണ്ട്. തൗഹീദി പ്രബോധന രംഗത്ത് പുതിയ തലമുറക്ക് പോലും പാഠമായി മാറുമാറ് തൗഹീദിന്റെ ഓരോ ഭാഗത്തെയും കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടത്താണി എന്ന് പറയുമ്പോൾ ആ തൗഹീദിന്റെ രണ്ട് അർത്ഥാണികൾ കൂടി ഇവിടെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ഒന്ന്, തൗഹീദിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ സയ്യിദ് മൗലവിയുടെ ഒരു ചരിത്രമാണ് എങ്കിൽ തൗഹീദിന് വേണ്ടി ജീവിതം താപസജന്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സിപ്പി ഉമർ സുല്ലമിയുടെ ജീവിതമാണ്. ഒരേ പാതയിലൂടെ തൗഹീദിന് വേണ്ടി അടരാടിയിട്ടുള്ള രണ്ട് കൈവഴികളെ ചേർത്തിട്ട് വിശ്വാസത്തിന്റെ അത്താണിയായ തൗഹീദിലേക്ക് ചേർത്തിട്ട് രണ്ടത്താണി എന്ന് ചരിത്രത്തിലൂടെ നമുക്കങ്ങ് വിളിക്കാം എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. സത്യസന്ധരായിട്ടുള്ള കുറെ ആളുകൾ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു പോകുന്ന സമയത്ത് പോലും ജീവിതത്തിൽ ഇത്രയേറെ ലാളിത്യം സ്വീകരിച്ചിട്ടുള്ള ഒരു മഹാനുഭാവനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. വിട്ടുവീഴ്ചയുടെ ഏറ്റവും നല്ല മാതൃകയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു സന്ദർഭം നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. ചേകനൂർ മൗലവിയുടെ ആശയങ്ങളോട് എല്ലാ അർത്ഥത്തിലും വിയോജിക്കുകയാണ്. ചേകനൂർ മൗലവിയുടെ ഭാര്യാപിതാവായിരുന്നു പറവണ്ണ തിരൂർ ഭാഗങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്ന വീരാൻകുട്ടി ഹാജി എന്ന് പറയുന്നത്.
ബീരാൻകുട്ടി ഹാജിയുമായി വളരെ നല്ല ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു സയ്യിദ് മൗലവി എന്ന് ചരിത്രത്തിൽ കാണാം. പക്ഷേ ചേകനൂർ മൗലവിയുടെ ചില അഭിപ്രായങ്ങളോട് പിൻകാലത്ത് അദ്ദേഹത്തിന് താല്പര്യം തോന്നി. ചേകനൂർ മൗലവിയുടെ ഭാര്യാപിതാവാണ് ബീരാൻകുട്ടി ഹാജി. അദ്ദേഹത്തിന് ചില താല്പര്യം തോന്നുകയും അദ്ദേഹം ആ അർത്ഥത്തിലുള്ള ജീവിത രീതികളിലേക്ക് പോവുകയും ചെയ്തു. സ്വാഭാവികമായും സയ്യിദ് മൗലവിയുടെ മനസ്സിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം ഒത്തിരി ആത്മസംഭാഷണങ്ങൾ ഈ വിഷയ സംബന്ധമായി അവർ നടത്തിയിരുന്നു എന്നത്. പക്ഷേ ശരിയായ ആശയങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് എന്തോ അവർക്ക് സാധ്യമായില്ല എന്നതാണ് ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ മകളുടെ നിക്കാഹിന് വേണ്ടിയിട്ട് സയ്യിദ് മൗലവിയെ ക്ഷണിക്കുന്നുണ്ട്. സയ്യിദ് മൗലവി എന്റെ മകളുടെ നിക്കാഹ് നടത്തിത്തരണം എന്നതാണ് എന്റെ മനസ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. ചേകനൂർ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന വ്യക്തിയാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ ആഗ്രഹം നിർവഹിക്കുക എന്ന നിലയ്ക്ക് മകളുടെ നിക്കാഹ് നടത്താൻ സയ്യിദ് മൗലവി പോയി എന്നതും നിക്കാഹ് നിർവഹിച്ചു എന്നതും ചരിത്രത്തിലുള്ള കാര്യമാണ്. അന്നുണ്ടായിരുന്ന നിക്കാഹ് സി പി ഉമർ സുല്ലമിയെ ഏൽപ്പിച്ചതിനു ശേഷമാണ് പ്രിയപ്പെട്ട ആത്മസുഹൃത്തായിരുന്ന ബീരാൻകുട്ടി ഹാജി ആശയപരമായി തങ്ങളോട് യോജിക്കുന്നതല്ല ആദ്യം യോജിച്ചിരുന്നു, പിന്നീട് മാറിയിട്ടുണ്ടെങ്കിലും ശരി ആ ആത്മബന്ധത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും ഉലയാത്ത അടയാളം എന്ന നിലയ്ക്ക് അവരുടെ മകളുടെ നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് പോയത് എന്നതാണ് ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അഥവാ ഒരേ സമയത്ത് തെറ്റിനോടൊരു ഭാഗത്ത് കൃത്യമായി തെറ്റുകയും വിട്ടുവീഴ്ചയില്ലാതെ തെറ്റുകാരായി ജീവിക്കുന്ന ആളുകളോട് വളരെയധികം ആത്മബന്ധം നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്നത് പുതിയ കാലത്ത് ബഹുസ്വരതയുടെ ഒരുപാട് അപായപ്പെടുത്തലുകൾ നിർവഹിക്കുന്ന ഒരു കാലത്ത് ഈ സംഭവം കുറച്ചുകൂടി ഗൗരവത്തിൽ നമുക്ക് വായിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വിവിധ മതക്കാരും വിവിധ അഭിപ്രായക്കാരും വിവിധ ആശയക്കാരും ഒരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരു നാട്ടിൽ അവിടെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ സയ്യിദ് മൗലവിയുടെ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ബഹുസ്വരതയുടെ ശരിയായ അടയാളങ്ങൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള അനുഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. തൗഹീദി പ്രബോധന രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന സയ്യിദ് മൗലവിയുടെ ജീവിതത്തിൽ ബഹുസ്വരതയിലേക്ക് കൃത്യമായി മാതൃകയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമുണ്ട്. ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുന്ന ഒരു സമയത്ത് 83 എന്നാണ് തോന്നുന്നത്, ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നതാണ്, തെറ്റാണെങ്കിൽ അത് തിരുത്തണം. 83 ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുന്ന സമയത്ത് കാലിന് കലശലായ വേദനയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ വേദന കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ. വേദന കണ്ട ആളുകൾ ഒരുപക്ഷെ എന്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ പല ചികിത്സകളും നടത്തി നോക്കിയെങ്കിലും ആ ചികിത്സയൊന്നും പൂർണ്ണമായി ഫലിക്കാതെ വരുന്ന സമയത്ത് ആയുർവേദ ചികിത്സ നടത്തിയിരുന്നത് കുന്തറ വൈദ്യരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നാട്ടുകാരനായ കുന്തറ വൈദ്യർ വന്നിട്ടാണ് 10-20 ദിവസത്തോളം സയ്യിദ് മൗലവിയെ ചികിത്സിക്കുന്നത്, ആയുർവേദ ഒഴിച്ചിലും മറ്റുമായ ചികിത്സകൾ നിർവഹിക്കുന്നത്. അതിലൂടെയാണ് അസുഖം ഭേദപ്പെട്ടത് എന്ന് പറയുന്നു. ഏതായിരുന്നാലും ശരി, ഒരു അമുസ്ലിം വൈദ്യനെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കുന്നത് തൗഹീദിന്റെ ധീരശബ്ദമായ സയ്യിദ് മൗലവി ആയിരുന്നു എന്നത് ഈ ബഹുസ്വരതയുടെ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഡോക്ടർമാരെ പോയി കാണാൻ പാടുണ്ടോ ഇല്ലയോ എന്ന ചർച്ച നവോത്ഥാനം എന്ന് പറയുന്ന ആളുകളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചില ആളുകൾ. അമുസ്ലിങ്ങളായ ആളുകളുടെ കടയിൽ പോയി വെണ്ടയ്ക്ക വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന ചർച്ച അനവസരത്തിലല്ല, മതവിരുദ്ധമായി നിർവഹിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ. നേരത്തെ ഇഫ്തിഖാറുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ബഹുസ്വരതയ്ക്ക് അപായ സൂചനകളായി നിലനിൽക്കുന്ന പല ശബ്ദങ്ങളെയും പോലെ, പല പ്രവർത്തനങ്ങളെയും പോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പലയിടങ്ങളിലൊക്കെ അലയടിച്ചു വരുന്നുണ്ട്. പക്ഷേ അവിടെ ചരിത്രത്തിൽ നിന്ന് പാഠമായി ലഭിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അംശമായി, പ്രധാനപ്പെട്ട ഒരു അടയാളമായി ഇതിനെ നമുക്ക് കാണാൻ സർവാദരണീയനായ
രണ്ടത്താണിയിലെ അബ്ദുസമദ് മാസ്റ്റർ ഇന്ന് യാത്രാമധ്യേ സംസാരിച്ചൊരു സംസാരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമുസ്ലിങ്ങളായ ആളുകൾക്ക് സക്കാത്തിൽ നിന്നുള്ള വിഹിതം കൃത്യമായി കൊടുത്തിരുന്നു ഇവിടുന്ന് എന്ന് കാണാൻ സാധിക്കും. ആ കൃത്യമായി കൊടുത്തിരുന്നു എന്നതുപോലെ തന്നെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൽപ്പകഞ്ചേരിയിൽ വെച്ച് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഒരു വാർഷിക സമ്മേളനം നടന്നിരുന്നു. കേരള നദുവത്തുൽ മുജാഹിദീന്റെ 7ാം വാർഷിക സമ്മേളനം കൽപ്പകഞ്ചേരിയിലാണ് നടന്നത്. കൽപ്പകഞ്ചേരിയിലെ 7ാം വാർഷിക സമ്മേളനത്തിലാണ് മലയാളക്കരയിൽ ആദ്യമായി സംഘടിതമായ സക്കാത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് സയ്യിദ് മൗലവി പ്രമേയം പറയുകയും സംസാരിക്കുകയും ചെയ്തത്. കൽപ്പകഞ്ചേരിയിൽ വെച്ച് നടന്ന കേരള നദുവത്തുൽ മുജാഹിദീന്റെ 7ാം വാർഷികത്തിനു ശേഷമാണ് മലയാളക്കരയിൽ സംഘടിതമായ സക്കാത്ത് പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഓരോരോ സാഹചര്യങ്ങളും അതിന് കാരണമായി വരികയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ചരിത്രത്തിലെ ചില ഭാഗങ്ങളും അനുബന്ധമായ ചില ഭാഗങ്ങളും ചേർത്ത് വെക്കുന്നത് കേവലം ചരിത്രത്തിന്റെ പറച്ചിലുകൾ മാത്രമല്ല, അതിൽ നിന്ന് ലഭിക്കേണ്ട ഒരു പാഠം കൂടി ഉൾച്ചേരണം എന്നതുകൊണ്ടാണ്. സ്വർഗത്തിലേക്ക് പോകാൻ മടി കാണിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി സ്വർഗത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോവുക എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താണ് പ്രശ്നം? ജീവിതകാലത്ത് ഞാൻ ഒരിക്കലും സ്വർഗം എനിക്ക് ലഭിക്കാൻ കഴിയുമാറുള്ള കർമ്മങ്ങൾ, നന്മകൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന ആശങ്കയാണ് എന്റെ മുമ്പിലുള്ളത്. പക്ഷേ എനിക്ക് സ്വർഗം ആവശ്യവുമുണ്ട്, ഞാനത് സ്വീകരിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹദീസിന്റെ ഭാഗത്ത് നമുക്കത് പരിചയപ്പെടുത്തി തരുന്നു. നീ ജീവിക്കുന്ന കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള കുറെ നന്മകളുണ്ട്. ആ നന്മകൾ ഓരോന്ന് പിൻകാലത്ത് ഏറ്റെടുത്ത് നിർവഹിച്ചിട്ടുള്ള വലിയ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷെ നിനക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ ജനക്കൂട്ടം ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ധന്യമായ പ്രതിഫലം നിന്റെ കൂടി അക്കൗണ്ടിലേക്ക് വന്നു കിടക്കുകയാണ്. കർമ്മങ്ങളുടെ മഹാപ്രവാഹമായി, ഒരു സാഗരമായി, പ്രതിഫലത്തിന്റെ ഒരു മഹാസാഗരമായി നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഈ നന്മകളില്ലേ, അത് നീ ചെയ്തതല്ല. പക്ഷേ നീ ചെയ്ത കർമ്മങ്ങളിൽ നിന്ന് തുടർത്തിയെടുത്തിട്ടുള്ള ആളുകളുടെ കർമ്മധന്യമായ ഫലമാണ് ഒരു പ്രതിഫല പ്രവാഹം കണക്കെ നിന്റെ മുമ്പിൽ കിടക്കുന്നത് എന്നതാണ് അവിടുന്ന് മലക്കുകളായ ആളുകൾ മറുപടി പറയുക എന്ന് ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ മലയാളക്കരയിൽ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഏതേത് സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളിൽ കണ്ണുനീർ മാത്രം ജീവിതത്തിന്റെ തണലായി സ്വീകരിക്കുന്ന പിഞ്ചോമന മക്കൾ, ആ പിഞ്ചോമന മക്കളുടെ കണ്ണുനീർ പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലയിൽ നിന്നൊരു സുഹൃത്ത് അവന്റെ 100 രൂപയിൽ നിന്ന് 2.5% വരുന്ന 2.5 രൂപ പാവപ്പെട്ട ഒരു മനുഷ്യന് സക്കാത്തിന്റെ ഭാഗമായി ചേർത്ത് കൊടുത്താൽ ആ സക്കാത്തിന്റെ അംശം പോലും മസ്ജിദുർ റഹ്മാനി കമ്മിറ്റിയുടെ ഭാഗമായുള്ള ഈ ഖബർസ്ഥാനിൽ മലപാടപ്പെട്ട് കിടക്കുന്ന മഹാനായ സയ്യിദ് മൗലവിയുടെ ഖബറിന് തിളക്കമായി ചാർത്തപ്പെടുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ദൗത്യത്തെ, ഈ നവോത്ഥാന പ്രവർത്തനത്തെ വിഷമകരമായ കാര്യമായി തിരിച്ചറിയുന്നത്. സുബഹിയുടെ നാദം, സുബഹിയുടെ വാങ്കുവിളി ചെവിട്ടിൽ വന്നലച്ചിട്ടും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാതെ ചരിത്രത്തിന്റെ ദശാസന്ധികളുടെ കഥനക്കഥകളാണ് പറയുന്നത് എങ്കിൽ തിരിച്ചറിഞ്ഞേക്കുക. നമ്മളും പോകേണ്ടത് ഈ മസ്ജിദുർ റഹ്മാനിയുടെ പരിസരത്തുള്ള ഖബറിലേക്ക് തന്നെയായിരിക്കണം. ഒരു വേള മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ആ ഖബറിനെ പ്രകാശപൂരിതമാക്കുന്ന നവോത്ഥാനത്തിന്റെ നന്മകൾ തുടർത്തിക്കൊണ്ടുവരാൻ ഈ നവോത്ഥാന ചരിത്രം സ്മരിക്കുന്ന സമയത്ത് സാധ്യമാകണേ എന്നതാണ് ഈ സമയത്ത് പ്രത്യേകമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചത് ഒരേപോലെ രണ്ട് ചരിത്രത്തെ എങ്ങനെയാണ് കൈവടിയായി വന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. മർഹൂം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ജയിലിൽ പ്രവേശിക്കുന്നു. ആ ജയിലിൽ പ്രവേശിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? MP നാരായണ മേനോനായിരുന്നു. MP നാരായണ മേനോന്റെ കൂടെയാണ് അല്ലെങ്കിൽ അബ്ദുറഹിമാൻ സാഹിബിന്റെ കൂടെയാണ് MP നാരായണ മേനോൻ ജയിലിൽ പ്രവേശിക്കുന്നത്. ജയിലിൽ പ്രവേശിച്ചതിന് ശേഷം ബാങ്ക് വിളിക്കാനുള്ള സമയമായി. ബാങ്ക് വിളി കേൾക്കുന്നില്ല. അങ്ങനെ ബാങ്ക് വിളിക്കാനുള്ള സമയമായി എന്ന തോന്നലുണ്ടായപ്പോൾ MP നാരായണ മേനോനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന് തന്റെ തോളത്ത് ചുരുട്ടിയിട്ടിരുന്ന മുണ്ടെടുത്ത് കൊടുക്കുന്നത്.
ഉള്ളത്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് അബ്ദുറഹിമാൻ, ഈ കോടതി വളപ്പിൽ, ഈ കോടതിയിൽ, ഈ ജയിലിൽ എന്റെ മുന്നിൽ നിങ്ങൾക്ക് നമസ്കരിക്കാം എന്ന്. ഇത് ചരിത്രത്തിൽ എവിടെയാണ് എഴുതി വെക്കേണ്ടത്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് MP നാരായണമേനോന്റെ തോളിൽ ചാർത്തിയിരുന്ന ആ മുണ്ടിൽ നമസ്കരിക്കുകയാണ് ചെയ്തത്, ജയിലിൽ വെച്ചുകൊണ്ട്. അമുസ്ലിങ്ങളായ ആളുകളോടല്ല, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരായ ആളുകളോട് മുഴുവൻ സ്നേഹത്തിന്റെ മഹാപ്രവാഹങ്ങളൊക്കെ ഇടപെട്ടിട്ടുള്ള ആളുകളായിരുന്നു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും സയ്യിദ് മൗലവിയും. ഒരേപോലെ ചരിത്രത്തിൽ കാണുന്ന ബഹുസ്വരതയുടെ രണ്ട് അടയാളങ്ങളും രണ്ട് ചരിത്രവും രണ്ടത്താണിയിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ്. ഖുന്തറവൈദ്യരുമായുള്ള ആത്മബന്ധമാണ് യഥാർത്ഥത്തിൽ അത്തരമൊരു ചരിത്രത്തിന് കാരണമാകുന്നത്. നവോത്ഥാന പ്രവർത്തനത്തിൽ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ നേതൃത്വം നൽകിയ മർഹൂം KP മുഹമ്മദ് മൗലവി, സയ്യിദ് മൗലവിയുടെ മരണസമയത്ത് അനുസ്മരിക്കുന്ന അനുസ്മരണ എഴുത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരുമായ ആളുകളുമായി, ജൂതന്റെ അടുക്കൽ ഒരു പടയങ്കി പണയത്തിലായിരുന്നു എന്ന ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് സയ്യിദ് മൗലവിയെ അനുസ്മരിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകിയ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരനുഭവത്തിന്റെ കേരളീയമായ ഒരു മാതൃക നമുക്കൊക്കെ തൗഹീദ് ആദർശം പഠിപ്പിച്ചു തരുന്നതിൽ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ KP മുഹമ്മദ് മൗലവി അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ധന്യമായിരുന്നു അവരുടെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആദരണീയനായ അബ്ദുസ്സമദ് മാസ്റ്ററോട് സൂചിപ്പിച്ചത്, മുസ്ലിങ്ങളായ ആളുകൾക്ക് സക്കാത്തിന്റെ ഭാഗത്തു നിന്ന് പള്ളിയിൽ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് രേഖയായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കണം. വരും കാലങ്ങളിൽ മസ്ജിദുർ റഹ്മാനിയുടെ ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് ബഹുസ്വരതയിലേക്ക് നീട്ടി വലിച്ചിട്ടുള്ളതല്ല, ബഹുസ്വരതയോട് ചേർന്ന് നിൽക്കുന്ന ഈ ചരിത്രം അവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം. മസ്ജിദുർ റഹ്മാനിയുടെ ചരിത്രം ഒരാൾ ഗവേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായി വിളങ്ങി നിൽക്കുന്ന ഈ ഒരു സംവിധാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മഹാരഥനായ സയ്യിദ് മൗലവിയുടെ ചരിത്രം അവിടങ്ങളിൽ കാണണം എന്ന നിലയ്ക്കായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഇത്രയധികം അതിസാധാരണത്വവും അതീവ സൂക്ഷ്മതയും പുലർത്തിയിട്ടുള്ള ഒരു ചരിത്രം വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ. ആ അപൂർവമായ ഒരു സാധ്യത ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ആഗ്രഹവും അവരുടെ മുമ്പിലില്ല. നമ്മൾ ഒരുപക്ഷെ കറണ്ട് പോയാൽ കിടന്നുറങ്ങാൻ കഴിയാത്ത ആളുകളാണ്. ഫാനൊന്ന് കറക്കം കുറഞ്ഞാൽ നമുക്ക് ഉറക്കം വരാത്ത രാവുകളാണുള്ളത്. അത് ഓരോ കാലഘട്ടത്തിലും വളർന്നു വരുന്ന ആളുകൾ ജീവിക്കുന്ന ശൈലിയുടെ രൂപമാണ്. അതൊരു വലിയ അപരാധമൊന്നുമല്ല. പക്ഷേ ചരിത്രത്തിലുള്ള ഇത്തരം സംവിധാനങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നാം തട്ടിക്കളയരുത് എന്നതോ അതൊരപകടമല്ല എന്നതോ തിരിച്ചറിയണം എന്ന് മാത്രം. പലഹാരങ്ങളുണ്ടാക്കി ആ പലഹാരത്തിന്റെ കൊട്ടയും താങ്ങി പലഹാരം കടകളിലേക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് ആമിനും മക്കളും രണ്ടത്താണിയിൽ കഴിഞ്ഞുകൂടിയിരുന്നത് എന്നത് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു ടൈലറായി മറ്റു പ്രവർത്തനങ്ങൾ നിർവഹിച്ചവരായി ഇസ്ലാമിക ചരിത്രത്തിൽ പ്രബോധനത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ ഇങ്ങനെ ജീവിതത്തിന്റെ അതീവ ലളിതമായ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ ളുഹുർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം കേരളത്തിന്റെ ഓണംകേറ മൂലകളിലേക്ക് തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനവുമായി നടന്നു നീങ്ങുന്ന ഒരു മഹാപണ്ഡിതൻ തന്റെ കയ്യിലുണ്ടാകുന്ന ചെറിയൊരു കൊട്ടയിൽ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നുറുക്കുന്ന പലഹാരമോ മറ്റോ തൊട്ടടുത്തുള്ള അങ്ങാടികളിലോ കടകളിലോ കൊണ്ടുപോയി വിൽക്കുകയും
അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ ഭക്ഷണത്തിനുള്ള മാർഗം കാണുകയും ചെയ്തിരുന്നു എന്നത് ഇതൊക്കെ നമ്മൾ വായിച്ചു തള്ളേണ്ട ചരിത്രമല്ല, ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ട ലാളിത്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് മഴ പെയ്യാതെ വിഷമിക്കുന്ന ഒരു സമയത്ത് മമ്പുറത്തേക്ക് കുറെ ആളുകൾ പോയി നേർച്ച വഴിപാടുകൾ നടത്തി. ഇന്ന് മമ്പുറത്തിന്റെ എന്തോ ഒരു ആഘോഷത്തിന്റെ സമാപനം കൂടിയാണല്ലോ. മമ്പുറത്തേക്ക് കുറെ ആളുകൾ പോയി പല നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തി നോക്കിയിട്ടും പരിസരത്തെവിടെയും മഴ പെയ്തിട്ടില്ല. പള്ളിയിൽ വന്ന് വിശ്വാസികളായ ആളുകളോട് മഴയില്ലായ്മയെ കുറിച്ച് പറയുകയും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും വേണ്ടി മൗലവി ആഹ്വാനം നടത്തുകയും ചെയ്തു. അങ്ങനെ മഴയ്ക്ക് വേണ്ടി രണ്ടത്താണിയിൽ നമസ്കാരം നിർവഹിച്ചു. കുറെ ആളുകൾ പരിഹസിച്ചു. ഔലിയാക്കന്മാരെയും തങ്ങന്മാരെയും കുറ്റം പറയുന്ന ഒരാള് നമസ്കരിച്ചാൽ ആര് കേൾക്കാനാണ് എന്ന് ചോദിച്ചു. പക്ഷേ ജീവിതത്തെ അതിലളിതമായി അതിസാധാരണത്തോടെ സമീപിക്കുകയും മതത്തിനോട് വിട്ടുവീഴ്ചയില്ലാത്ത പ്രബോധന പ്രവർത്തനം നിർവഹിക്കുകയും സർവാധിനാഥനായ പടച്ചവനോടുള്ള ആത്മബന്ധത്തെ ഈമാനിന്റെ നൂലുകൊണ്ട് കെട്ടിബന്ധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹാപണ്ഡിതന്റെ പ്രാർത്ഥന തള്ളിയാൽ പിന്നെ കേരളത്തിൽ ആരുടെ പ്രാർത്ഥനയാണ് അന്ന് സ്വീകരിക്കാനുണ്ടാവുക? ആ പ്രാർത്ഥന ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ചിന്ന ചിന്ന പെയ്യുന്ന മഴത്തുള്ളികളായല്ല, ചാലിട്ടൊടുകുന്ന വെള്ളക്കീറുകളായി പേമാരി കണക്കെ കുത്തിയൊഴിച്ചു വരുന്നു മഴ രണ്ടത്താണിയിലും പരിസര പ്രദേശത്തും. ഒരു വേള ഔലിയാക്കന്മാരെ കുറ്റം പറഞ്ഞ ഒരു പണ്ഡിതൻ ഔലിയയായി വാഴ്ത്തുമാറ് യാഥാസ്ഥികത്വത്തിന് തെളിവ് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പറഞ്ഞേക്കട്ടെ. അത്തരമൊരവസ്ഥകളിലേക്ക് മനസ്സിന്റെ നൈർമല്യം കൊണ്ടും മനസ്സിന്റെ നിഷ്കപടമായ നിർവ്യാജമുള്ള അവസ്ഥ കൊണ്ടുമാണ് അങ്ങനെ ചെന്നെത്താൻ കഴിയുന്നത്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ജീവിതത്തിൽ കൈവെക്കാത്ത വഴികളില്ല. ഒരു പുരുഷായുസ് മുഴുവൻ ആദർശ പ്രബോധനത്തിന് സമർപ്പിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയുടെ ഏറ്റവും നല്ല മേഖലകളിലേക്ക് പ്രസംഗിക്കാനും എഴുതാനും സാധിക്കുന്ന ഒരു മഹാവ്യക്തിത്വം, സർഗധന്യനായ ഒരു അനുഭവം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്നു. എത്രമേൽ സൂക്ഷ്മതയാണ് അവിടങ്ങളിലൊക്കെയും കാണിച്ചിട്ടുള്ളത് എന്നതിന്റെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഹിദായ നേതൃത്വത്തിൽ ഒരു ചിത്രീകരണം നിർവഹിക്കാൻ ഒരു നാടകം നിർവഹിക്കുന്നു എന്ന പരസ്യം വന്നപ്പോഴേക്ക് മദ്രസാ വാർഷികത്തോടനുബന്ധിച്ച് MSMന്റെ വായനശാല വാർഷികത്തോടനുബന്ധിച്ച് ഹിദായ കലാവേദിയുടെ നേതൃത്വത്തിൽ നാടകമുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ പദമാണ് മൗലവിയെ ചൊടിപ്പിച്ചത്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം സംശയങ്ങളിൽ നിന്ന് അതീതമായ സുതാര്യതയായിരിക്കണമെന്നതിന് പച്ചവെള്ളം പോലെ സുതാര്യമാകേണ്ട, സ്ഫടികം പോലെ സുതാര്യമായിരിക്കേണ്ട ഒന്നായിരിക്കണം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമെന്ന് കൃത്യമായി പഠിപ്പിച്ചെടുക്കുകയായിരുന്നു അവിടെ. നാടകമെന്ന പദത്തിനപ്പുറത്ത് ചിത്രീകരണം എന്ന പദമാണ് എങ്കിൽ ആളുകളുടെ മനസ്സിന് സംശയത്തിനുള്ള സാധ്യതയില്ല. അതൊരു കാപട്യമല്ല, അതൊരു നിഷ്കളങ്കതയുടെ പുറത്തേക്ക് വരുന്നൊരു മാതൃകയാണ്. ആ പദപ്രയോഗത്തിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി മതത്തിന്റെ 4 അതിരുകൾ ഒരിക്കലും ഭേദിക്കരുത് എന്ന് കണിശവും കൃത്യവുമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് സർഗധന്യമായ പ്രബോധന പ്രവർത്തനത്തിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് ഒരുപക്ഷെ എല്ലാം എടുത്തണിഞ്ഞതിനു ശേഷം പിന്നീട് അത് മതത്തിന്റെ പ്രബോധനത്തിന് വലിയൊരു സംഭാവനയാണ് എന്ന് പറയുകയും ചെയ്യുന്ന വീരവാദം മുഴക്കുന്ന ആളുകൾക്ക് മറുപടി എന്നോണം സംശയത്തിന്റെ ലാഞ്ചന ഇത്തരം രംഗങ്ങളിൽ ബാക്കിയാകരുത് എന്ന പാഠമാണ് യഥാർത്ഥത്തിൽ രണ്ടത്താണി സയ്യിദ് മൗലവിയുടെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും കള്ളനോട്ടുകൾ എന്ന പേരിലും ഇത്തിക്കണ്ണികൾ എന്ന പേരിലും ആധുനിക മൗലീദുകളായിട്ടും പുറത്തു വന്നിട്ടുള്ള സർഗസൃഷ്ടികളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ മറ്റൊരു ഭാഗം കൂടിയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരേ സമയത്ത് തന്നെ പ്രാമാണികതയിൽ ഒതുങ്ങി നിൽക്കുകയും ആ പ്രാമാണികതയിൽ ഒരിക്കലും തന്നെ കോട്ടം സംഭവിക്കാതെ പ്രബോധനത്തെ ഉപയോഗപ്പെടുത്തുകയും പരിഷ്കരണത്തെ മുന്നിൽ കാണുന്ന സമയത്ത് ആധുനികതയുടെ എല്ലാ പ്രബോധന മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ഒരു സമൂഹത്തെയും
ഒരു സമുദായത്തെയും വളർത്തിയെടുക്കാൻ കാണിച്ചിട്ടുള്ള അശ്രാന്തമായ പരിശ്രമത്തെ തീർച്ചയായും ഇനിയും കൂടുതൽ വായിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വടവൃക്ഷം കണക്കെ ആകെ കൂടി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരൊറ്റ വാക്ക് ഇവിടെ ചേർത്ത് വെക്കാം. ഖുർആനിൽ ഒരു മരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മരം അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ, ആകാശത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് അതിന്റെ ശിഖരങ്ങൾ, അതിന്റെ അടിത്തറ. അസ്ലുഹാ സാബിതുൻ, ഭൂമിയിലാണ്. അടിത്തറ ഭൂമിയിലുണ്ട്, അതിന്റെ ശാഖകൾ മുകളിൽ ആകാശത്തിലുണ്ട്. പക്ഷേ ഖുർആനിന്റെ ആയത്തിൽ ഒരിക്കലും ആ മരത്തിന്റെ കാണ്ഡം പറഞ്ഞിട്ടില്ല, അതിന്റെ തണ്ട് പറഞ്ഞിട്ടില്ല. ഭൂമിയിൽ അതിന്റെ അടിത്തറയുണ്ട്, അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിച്ച് കിടക്കുന്നു. എവിടെയാണ് അതിന്റെ തടി? കാണാൻ കഴിയുന്നില്ല ഖുർആനിൽ. ആ തടി എന്ന് പറയുന്നത് ഓരോരോ കാലഘട്ടത്തിലും നിർവഹിക്കേണ്ട ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രമാണ്, മെത്തഡോളജി. അവിടെ കൃത്യമായ അടിത്തറയിലുണ്ട്. അതിന്റെ അപ്ലിക്കേഷൻ വിവിധ തരത്തിലായിരിക്കും. മൂസാ നബി വേറെയാണ്, ഈസാ നബി വേറെയാണ്, ഇബ്രാഹിം നബിയുടെ ശൈലി വേറെയാണ്, മുഹമ്മദ് നബിയുടെ ശൈലി വേറെയാണ്, സയ്യിദ് നബിയുടെ കാലത്തെ പ്രബോധനം വേറെയാണ്, ഈ കാലഘട്ടത്തിലെ പ്രബോധനത്തിന്റെ രീതി വേറെയാണ്. അങ്ങനെ രീതികൾ വ്യത്യസ്തമാണെങ്കിലും അടിത്തറ ഭദ്രമാവുകയും ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ചു നിൽക്കുകയും ചെയ്യുന്നു ആ ഖുർആനിന്റെ ഭാഗം. അതുപോലെയാണ് സയ്യിദ് നബിയുടെ ചരിത്രത്തിൽ നാം കാണുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തിന് പുറമെ ശാരീരികമായ അസുഖം കൂടി ചേർന്ന് വരുമ്പോഴാണ് മരണശയ്യയിലേക്ക് സയ്യിദ് നബി പോകുന്നത്. ഉസ്മാൻ ഡോക്ടറും ചമ്മാട് അബൂബക്കർ ഡോക്ടറുമാണ് അവസാന കാലഘട്ടത്തിൽ ചികിത്സിച്ചിട്ടുള്ളത്. പ്രാദേശികമായി ഇവിടെ നിന്നും ചെറിയ ചികിത്സകളൊക്കെയും നിർവഹിച്ചിട്ടുണ്ട്. ഉപ്പ ആർക്കും അസുഖം വേദനിക്കുന്ന അസുഖമാണെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത അസുഖമാണെന്നും പറയാൻ ആർക്കും ഭയമായിരുന്നു. പിതൃതുല്യമായി സ്നേഹിക്കുന്ന രണ്ട് ഡോക്ടർമാർക്ക് ഏതായിരുന്നാലും കഴിയില്ല. എന്നാൽ ഉപ്പയോട് ഈ കാര്യമൊന്ന് പറയണം എന്ന് ഉസ്മാൻ ഡോക്ടർ നിർദ്ദേശിച്ചത് ഉപ്പയായ അബ്ദുറഹ്മാൻ അൻസാരിയോടാണ്. അബ്ദുറഹ്മാൻ അൻസാരി അരികത്തിരുന്ന് പറഞ്ഞു കൊടുത്തു, ചില രോഗങ്ങൾ ചിലപ്പോൾ നമ്മളെ ഭേദമാക്കുന്ന രോഗമായിരിക്കും, ചില രോഗങ്ങൾ ചിലപ്പോൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന രോഗങ്ങളായിരിക്കും. എല്ലാ രോഗവും മാറണം എന്നില്ല. ഇത് പറയുമ്പോ ഉപ്പയ്ക്കറിയാം ഇനി പറയാനുള്ളത് എന്താണ് എന്ന്. സയ്യിദ് മൗലവി ആ വാക്കുകൾ പിതൃവാത്സല്യത്തോടുകൂടി അബ്ദുറഹ്മാൻ അൻസാരിയെ അരികത്തേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്കറിയാം നീ എന്താണ് പറയുന്നത് എന്ന്. മരിക്കുന്ന സമയത്ത് മരിക്കുന്നതിനെ കുറിച്ചോ മരണത്തെക്കുറിച്ചോ എന്റെ മനസ്സിൽ ഒട്ടും വേവലാതിയോ ആവലാതിയോ ഉള്ള, ജീവിതത്തിൽ ചെയ്യാവുന്നിടത്തോളം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള ബന്ധവും കൃത്യമായിട്ടുണ്ട്. എനിക്കൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കണം എന്നത്. മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കണം എന്നത് തന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ച് അബ്ദുറഹ്മാൻ അൻസാരിയോട് ഈ വാക്കുകൾ പറഞ്ഞതിന് ശേഷം വസിയത്ത് നൽകിയിട്ട് അവർ തിരിച്ചുപോയി. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ നമ്മയും മറമാടപ്പെട്ട് കിടക്കുന്ന പൂർവ്വസൂരികളായ ആളുകളുടെ ഖബർ പോലെ തന്നെ നമ്മളെയും തിരിച്ചു വിളിക്കാനുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ തൂക്കിയിട്ട ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഒക്ടോബർ 10 ആയിരിക്കാം. ഒക്ടോബർ 10 എന്നിടത്ത് മഹാനവമി, വിജയദശമി എന്നൊക്കെ എഴുതിപ്പെടുന്നത് പോലെ എഴുതിയിട്ടുണ്ടാകും പടച്ചതമ്പുരാൻ ജാബിർ അമാനിയുടെ മരണം എന്ന്. നമ്മുടെയൊക്കെ കലണ്ടറിൽ എഴുതി വെച്ചിട്ടുള്ള ചതുരക്കോളത്തിൽ നമ്മുടെയൊക്കെ പേരിലേക്ക് ചേർത്തിട്ട് ഒരു മരണത്തിന്റെ കുറിപ്പ് കൂടി പടച്ചവൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ കുറിപ്പിലേക്ക് കലണ്ടർ മറിയുന്നതിന് മുമ്പ് കർമ്മധന്യമായ ജീവിതത്തെ സാക്ഷി നിർത്തി ഇതേപോലെയുള്ള ചരിത്ര സ്മരണകൾ നിർവഹിക്കാൻ കഴിയാവുന്ന ഭാഗധേയത്തിലേക്ക് ഈ സ്മരണകൾ കണ്ടുണർന്നു പൊങ്ങട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വിശ്വാസികളായി മരണപ്പെട്ടു പോകാനും ഈമാനോടെ ഖബറിലേക്ക് ചെന്നു പോകാനും അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ. കർമ്മധന്യമായ ഒരു മഹാപണ്ഡിതന്റെ സ്മരണകൾ ആവർത്തിച്ച് അനുസ്മരിക്കുമ്പോൾ ആ സ്മരണകൾ ജീവിതത്തിലേക്ക് കൂടി പകർത്തിയെടുക്കാനും അതുവഴി സ്വർഗം കരസ്ഥമാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.